വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലെയർഡ് ആയിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീശി അടിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ പൊറോട്ട തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാത്രത്തിലോട്ട് മൈദ 1/2 കിലോ എടുക്കാം. അതിനുശേഷം അതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്കിതിലോട്ട് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണ് ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിന് വേണ്ടി പാൽ ഒഴിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. പാൽ ഓപ്ഷണലാണ്. സാധാ വെള്ളത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. മൈദ മാവിലോട്ട് പാല് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് മൈദയിൽ വെള്ളം പെട്ടെന്ന് കൂടിയാൽ ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. നമുക്ക് ഈ മാവ് 10 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കാം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഇതേ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് 5 മിനിറ്റോളം കുഴച്ചിട്ട് മൂടി വെക്കാം. 2-3 മണിക്കൂർ വേണം ഇത് റെസ്റ്റ് ചെയ്തിരിക്കാൻ. അല്ലെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ മാവാണ്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ പീസാക്കി മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ബോൾ പിടിച്ചാലും മതി. ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ കട്ട് ചെയ്ത ഈ പീസ് ഓരോന്നിലും ഓയിൽ പുരട്ടിയ ശേഷം വേണം നമുക്കിത് പത്തിരിക്കോയിൽ ഉപയോഗിച്ചിട്ട് നേരിയതായിട്ട് പരത്തിയെടുക്കാൻ. നമുക്കിവിടെ 11 പീസ് കിട്ടിയിട്ടുണ്ട്. 1/2 കിലോ മാവിൽ നിന്ന് 11 പീസാണ് നമുക്ക് കിട്ടിയത്. നമുക്കിതിൽ ഓരോ പീസിലും ഇതുപോലെ ഓയിൽ പുരട്ടി മാറ്റി വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ഉരുള എടുത്ത് കൈ കൊണ്ടോ അല്ലെങ്കിൽ പത്തിരി പരത്തുന്ന കുഴലുകൊണ്ടോ നേരിയതായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇത് നീളത്തിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഇതാ ഇപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഇങ്ങനെ അടുപ്പിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മധ്യഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരണം. നമ്മൾ നൂല് പോലെ കട്ട് ചെയ്ത ഈ മാവിന് കത്തി ഉപയോഗിച്ചിട്ട് തന്നെ സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരിക. അതുപോലെ ഈ സൈഡിൽ നിന്ന് മുകളിലോട്ടും അങ്ങനെ 2 സൈഡിൽ നിന്ന് ഇതാക്കിയിട്ട് ഒറ്റൊരു ലെയറായി കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഓയിൽ തേച്ച ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഒരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ തിരിച്ച് അത് ഒരു പൂ പോലെ ഇങ്ങനെ തിരിക്കണം. ഇങ്ങനെ ചുറ്റി ലാസ്റ്റ് ഭാഗം ഈ നമ്മൾ ലാസ്റ്റ് ചുറ്റിയ അതിൻ്റെ ലെയറിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് തിരികെ വെക്കാം. ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ ഓയിൽ ഒഴിച്ചിട്ട് 1/2 മണിക്കൂർ നേരം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ല സോഫ്റ്റായി കിട്ടും. സമയമില്ലാത്തവർക്ക് കുറച്ച് വെച്ചാലും മതി. ഇപ്പോൾ നല്ല ബോൾ ഇതുപോലെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചുറ്റി വെച്ചതിപ്പോൾ 1 മണിക്കൂറായിട്ടോ വെച്ചൊരു ബോൾ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് വേണം. എന്നാലും നമുക്ക് ലെയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തിക്കായിട്ട് ആക്കണത്. ഒറ്റ നൈസായിട്ട് പരത്തരുത്. ഇങ്ങനെ പരത്തി കഴിഞ്ഞ ഉടൻ തന്നെ നമുക്കിത് ചുട്ടെടുക്കും വേണം, അല്ലെങ്കിൽ ഒട്ടിപ്പോവും. നമ്മളിത് പരത്തി കഴിഞ്ഞ ഉടൻ തന്നെ ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കണം. ഫ്രൈ പാൻ നല്ല ചൂടായിട്ടാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നാലും ഇതുപോലെ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. നല്ല വെന്ത ശേഷം തിരിച്ചിടുക. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ പൊറോട്ടൻ്റെ വേവ് കറക്റ്റായി എന്നാണ്. ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വേവ് കറക്റ്റായി. ഇതുപോലെ നമ്മൾ ചുറ്റി വെച്ച എല്ലാ മാവും നമുക്കിതുപോലെ പരത്തിയിട്ട് ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ പൊറോട്ട ഏകദേശമൊക്കെ ചുട്ട് തീരാറായി. ചുടുമ്പോൾ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് ഇത് 2 കൈയും വെച്ച് ഇത് അടിക്കണം. എന്നാലും നല്ല അതിൻ്റെ ലെയർ വേർതിരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ പൊറോട്ടേന്. ഇനി നമുക്ക് ചുട്ട് കഴിഞ്ഞ പൊറോട്ട എങ്ങനെ അടിക്കണമെന്ന് നോക്കിയാലോ. ചുട്ട് കഴിഞ്ഞ പൊറോട്ട കയ്യിൽ നല്ല നെയ്യ് പുരട്ടിയ ശേഷം ഈ കൗണ്ടർ ടോപ്പിലിട്ട് 2 സൈഡ് ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ലെയർ ഇങ്ങനെ വേർതിരിഞ്ഞ് വരും. നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ലെയർ ഇതാക്കണ്ട. ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് വിടർന്ന് നിൽക്കണം നമുക്ക് കാണാൻ പറ്റും. നല്ല
നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പൊറോട്ട. അതുപോലെ അതിൻ്റെ ലെയർ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ലെയർ വേർതിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതുപോലെ എല്ലാ പൊറോട്ടയും കയ്യിൽ നെയ്യാക്കിക്കൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. കയ്യിൽ നെയ്യ് ഇങ്ങനെ പുരട്ടിയ ശേഷം 2 സൈഡിലും വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അടിക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും പൊറോട്ടക്ക്. പൊറോട്ട ബെസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ മാവ് കുഴക്കൽ. നന്നായിട്ട് മാവ് കുഴക്കണം. ഒരു 10-15 മിനിറ്റോളം മാവ് ഇരുത്തി കുഴക്കണം. പിന്നെ അതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ 4-5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇത് നന്നായിരിക്കും. മൈദ മാവ് നല്ല മയം വരും. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ കോക്കനട്ട് ഓയിലോ ആയാലും കുഴപ്പമില്ല, അത് നന്നായിട്ട് പുരട്ടണം. അതിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. നന്നായിട്ട് പുരട്ടണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.